എയിംസ് ചെറിയൊരു വിഷയമല്ല. സുരേഷ് ഗോപിയുടെ ഏകപക്ഷീയമായ ഭാഷ ശരിയല്ലെന്ന് കെ രാഘവൻ പി വിലയിരുത്തി. സംസ്ഥാന സർക്കാരാണ് എയിംസിനായി കിനാലൂരിൽ 150 ഏക്കർ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒട്ടും ഗൗരവമില്ലാതെയാണ് സുരേഷ് ഗോപി എയിംസിനെ കാണുന്നത്. അത്തരത്തിൽ ഗൗരവമായി എടുക്കേണ്ട ചില സംഗതികളെ സുരേഷ് ഗോപിയുടെ ചില പരാമർശങ്ങളിൽ രൂക്ഷമായ വിമർശനവുമായാണ് എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായിട്ട് കെ രാഘവൻ രംഗത്തെത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കെ രാഘവന് ഇതിൽ ഒരു ദുരുദ്ദേശവുമില്ല. എന്നാൽ സുരേഷ് ഗോപി പറയുന്നത് കെ രാഘവന് ഇതിൽ എന്തൊക്കെയോ ദുരുദ്ദേശങ്ങൾ ഉണ്ടെന്നാണ്. കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ കിനാലൂരിൽ എത്തുകയും സ്ഥലം കണ്ട് അവർ തൃപ്തരാണെന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ് ഗോപി ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണത കലർത്താനാണ് ശ്രമിക്കുന്നത്. ഇനി ഇത് വീണ്ടും ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോയി എല്ലാം നഷ്ടമാക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുതെന്നും കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് രാഘവൻ പറഞ്ഞു. എയിംസ് എന്നത് കേരളത്തിൽ 15 വർഷത്തോളം ചർച്ചയിലിരിക്കുന്ന ഒരു വിഷയമാണെന്നും ഇതിൽ പ്രധാനമായും ഉയർന്നു നിന്ന വെല്ലുവിളി സ്ഥലവുമായി ബന്ധപ്പെട്ടതായിരുന്നുവെന്നും എന്നാൽ അതിനൊരു പരിഹാരാർത്ഥമാണ് സർക്കാർ കിനാലൂരിൽ സ്ഥലം കണ്ടെത്തിയതും. എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപി സംസ്ഥാന സർക്കാരുമായി ഒരു ആലോചനയെങ്കിലും നടത്തണം. സുരേഷ് ഗോപിയുടെ അത് മറന്നേക്കൂ എന്ന ഏകപക്ഷീയമായ ഭാഷയാണ് ഒട്ടും നന്നല്ലാത്തതെന്നും രാഘവൻ വിലയിരുത്തുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളെയും സർക്കാരിനെയും സംബന്ധിച്ച് എയിംസ് ഒരു ചെറിയ വിഷയമല്ല. സുരേഷ് ഗോപി അതിനെ വളരെ ലാഘവത്തോടെ കാണുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതുമാണ് മനസ്സിലാക്കാൻ കഴിയാത്തതെന്നും രാഘവൻ പറഞ്ഞു. എന്തായാലും സുരേഷ് ഗോപിയുമായി താൻ ചർച്ച നടത്തുമെന്നും കോഴിക്കോട് വന്നത് മറന്നേക്കൂ എന്ന് പറയരുതായിരുന്നുവെന്നും രാഘവൻ കൂട്ടിച്ചേർത്തു. കേന്ദ്രമന്ത്രിയായ ശേഷം കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് എത്തിയപ്പോഴായിരുന്നു എയിംസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിച്ചത്. എയിംസ് കോഴിക്കോട് വേണമെന്ന കെ രാഘവൻ പിയുടെ ആവശ്യം സംബന്ധിച്ച ചോദ്യത്തിന് ആഗ്രഹിക്കാൻ ആർക്കും അവകാശമുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. എയിംസ് എവിടെ വേണമെന്നതിൽ 2016 തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കിയതാണെന്നും കെ രാഘവന് ചില രാഷ്ട്രീയ ദുരുദ്ദേശങ്ങളുണ്ടെന്നും സുരേഷ് ഗോപി വിമർശിച്ചു.